ഈ വീഡിയോയിൽ അനിൽ ചൗഹാൻ നമ്മുടെ വ്യോമസേന, കരസേന, നാവികസേന ഇതിൻ്റെ മൂന്നിൻ്റെയും കോമൺ ഫാക്ടറായിട്ടുള്ള ഡിഫൻസിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അനിൽ ചൗഹാൻ ഒരു ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ മാധ്യമത്തിന് സിംഗപ്പൂരിൽ വെച്ച് കൊടുത്ത ഒരു മീറ്റിംഗ്. അതായത് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. അതായത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കരുത്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പം ഇന്ത്യയുടെ വിമാനം തകർക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമേ അല്ല. ആ ചോദ്യത്തിനേക്ക് ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്ത്യ പല രീതിയിൽ ഡമ്മി എയർക്രാഫ്റ്റുകളെ വരെ വിട്ട് പാകിസ്ഥാനെ ഒന്ന് കബളിപ്പിച്ച് അവരുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസൊക്കെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ആക്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ വളരെ വിജയകരമായി സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്റ്റാർട്ടിങ് തന്നെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതൊന്നും നമുക്ക് ബ്ലൂംബെർഗ് പോലത്തെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അൽ ജസീറ പോലത്തെ മാധ്യമത്തിലോ അല്ലെങ്കിൽ BBC പോലത്തെ മാധ്യമങ്ങളിലോ പോയി പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രാറ്റജിക് പ്ലാൻ ആണ് ഇതൊക്കെ. ഇന്ത്യയുടെ വിമാനം തകർക്കപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നോ. ഇത് പറഞ്ഞാൽ തീർന്നല്ലോ. ഇതിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് അത് സംഭവിച്ചു, ഇല്ലെങ്കിൽ അതിന് വളരെ എന്തോ ടാക്ടിക്സ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുന്ന രീതിയിലുള്ള ആർമിയുടെയോ എന്തോ ആയിക്കോട്ടെ, ആർമി ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇത് പറഞ്ഞുകൂടാന്നൊന്നുമില്ല. അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനത്തെ അറ്റാക്ക് ചെയ്തോ എന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ് ആ ഇന്റർവ്യൂവർ ചോദിച്ചത്. ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ അപ്പം തന്നെ അതായത് വായിൽ കമ്പിട്ട് തോണ്ടിയെടുക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ബ്ലൂംബെർഗ് എന്നുള്ള മാധ്യമം എന്താണെന്നും അവരുടെ മോട്ടീവ് എന്താണെന്നും ബ്ലൂംബെർഗ് എന്നുള്ള മാധ്യമം ഇതിനു മുമ്പ് ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ ഡോക്യുമെന്ററിയാണ് ചെയ്തിട്ടുള്ളത് എന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പോയി ഒരു വിടുവായിത്തരം പറയത്തില്ല. ഇത് വിടുവായിത്തരം പറയുന്നതിന് പകരം ആൾ കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഉത്തരം കൊടുക്കാം എന്നുള്ള നിലയിലാണ് കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഫയർ ആയി. ഈ ബാക്ക് ഫയർ ആയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനത്തെ അറ്റാക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി പറഞ്ഞിട്ടില്ല അനിൽ ചൗഹാൻ. അതിനു പകരം പുള്ളി പറഞ്ഞത്, അതായത് പാകിസ്ഥാൻ പറഞ്ഞത് തെറ്റാണ്, പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അവർ ഫയർ ചെയ്തു, പക്ഷേ അവർ പറയുന്നതല്ല സത്യം. ഇന്ത്യൻ വിമാനം ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്നുള്ളതും അതിൽ നിന്നും ഇന്ത്യ എന്താണ് ഉൾക്കൊണ്ടത്, അതിൽ നിന്നും ഇന്ത്യ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പാകിസ്ഥാനെ ശക്തമായിട്ട് തിരിച്ചടിച്ചു എന്നാണ് പറഞ്ഞത്. എന്ത് മനസ്സിലാക്കി, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടങ്കഥ പോലത്തെ ഒരു ആൻസർ അവിടെ കൊടുത്തത് എന്നുള്ളതിനുള്ള ഉത്തരം അനിൽ ചൗഹാൻ പറയേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അയാളെ പൊസിഷനിൽ നിന്ന് മാറ്റണമേ. ആ രീതിയിൽ വേണം തീരുമാനിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ വിമാനം ഡൗൺ ആയാൽ പോലും വിഷയമല്ല. നമ്മൾ പെഹൽഗാമിൽ നടന്ന ആ ഒരു അറ്റാക്കിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തിയുള്ള കാര്യം. അതിലിപ്പോൾ 1 അല്ല 2 അല്ല 5 അല്ല 6 വിമാനം പോയാലും നമുക്ക് ഒരു വിഷയമല്ല. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ ഉത്തരം കൊടുക്കാൻ റൈറ്റ്സ് ഉള്ള ആളുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം കൊടുക്കാൻ. കുറുക്കി കൊള്ളുന്ന മറുപടിയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ പാകിസ്ഥാനിലെ ആഘോഷമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തു വെച്ചുകൊണ്ട്. അപ്പൊ ഇതിനുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ശരിക്കും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ ചെന്നിട്ട് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് സന്തോഷം പകരുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിട്ട് അനിൽ ചൗഹാൻ എന്ന് മാറിയിരിക്കുന്നത്. ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ലായിരുന്നു. ശരിക്കും ഇന്ത്യൻ വിമാനം ഡൗൺ ചെയ്യപ്പെട്ടിട്ടില്ല. ശരിക്കും ഇന്ത്യ അതിനകത്ത് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പാകിസ്ഥാനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട്, പാകിസ്ഥാന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചില ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടാക്ടിക്സ് നമുക്ക് പത്രമാധ്യമത്തിൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് വിടണമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നോ പറഞ്ഞ് ഒഴിവാക്കണമായിരുന്നു. അതിലുപരിയായിട്ട് അവിടെ പോയിരുന്നുകൊണ്ട് എല്ലാം തന്നെ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നുള്ള രീതിയിൽ ഇതേപോലത്തെ ചില ബ്ലണ്ടറുകൾ പറയുന്നത് വളരെ മോശമായി പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ അസിം മുനീർ ഭയങ്കര ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട മേഖല, ആ എൻറ്റയർ മേഖല BLA കൈയടക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരത്തിൽ കൈയടക്കില്ല. ബാങ്ക് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാം കൊള്ളയടിച്ച് സെറ്റാക്കി മാറ്റി കളഞ്ഞിരിക്കുകയാണ്. ആ രീതിയിലാണ് BLA ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു ഏരിയ മൊത്തത്തിൽ കൈക്കലാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ക്വറ്റ ടു കറാച്ചി പോകുന്ന, ക്വറ്റ മുതൽ കറാച്ചി വരെ പോകുന്ന ഒരു റോഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ റോഡ് ഏത് റോഡാണെന്ന് അറിയാമല്ലോ. ഈ റോഡ് സീപക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട റോഡാണ്. ബലൂചിസ്ഥാനിൽ ഗ്വാഡാർ പോർട്ട് വരെ പോകുന്ന റോഡാണ് സീപക് കോറിഡോർ. ആ സീപക് കോറിഡോറാണ് ഇപ്പം BLA ആർമി തകർത്ത് തരിപ്പണമാക്കി റെഡിയാക്കി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം നക്ഷത്രങ്ങളും ഭയങ്കര സ്റ്റാറൊക്കെ കുത്തി മെഡലുകൾ അടുക്കിക്കൊണ്ട് നടക്കുന്ന അസിം മുനീറിന് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടാനും ഇതിനെതിരെ ഈ BLAക്കെതിരെ എന്തെങ്കിലും ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ, പാകിസ്ഥാൻ മിലിറ്ററിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഫ്ലെക്സ് ബോർഡ്, ബിൽ ബോർഡ്സ് ഒക്കെ അവിടെ പല രീതിയിൽ പൊക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അർഹനാണോ എന്നുള്ളത് അയാൾ തന്നെ അയാളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയൊക്കെ ചോദിക്കത്തൊന്നുമില്ല. അവർ എത്രത്തോളം ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സുറബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സൊറബ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു BLA ഈ റോഡെല്ലാം ക്യാപ്ചർ ചെയ്ത് അവർ എൻറ്റയർ ഏരിയ തന്നെ പിടിച്ചടക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ അല്ല, ശരിക്കും 4-5 പോലീസ് സ്റ്റേഷൻ അടങ്ങുന്ന ഒരു വലിയ പ്രൊവിൻസ് ആണ് ഇപ്പൊ ഈ ഒരു BLA കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. അസീം മുനീറിന് ആകെ കൂടെ അറിയാവുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ. അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് BLA വെച്ചിട്ട് ഇന്ത്യയാണ് ഈ ഒരു വിഷയം ചെയ്തിരിക്കുന്നത് എന്നാണ് അസീം മുനീർ ആരോപണം ഉന്നയിക്കുന്നത്. BLAക്ക് പല രീതിയിലും പല രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് അമേരിക്കയിൽ നിന്ന് USA ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ BLAക്ക് വരുന്നു എന്നാണ് പൊതുവിൽ വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് സംഭവിച്ചാലും അത് ഇന്ത്യയാണ് കാരണം എന്നുള്ള നിലയിൽ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇന്ത്യയാണ് തീവ്രവാദം ഇങ്ങനെ വളർത്തുന്നത്, എന്നിട്ട് അവര് ഞങ്ങളെ തീവ്രവാദികൾ എന്ന് പറയുന്നു, അത് പാകിസ്ഥാനെ നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നുള്ള രീതിയിലുള്ള ചില ഉരുണ്ട് കളിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ അസീം മുനീർ പുറത്തുവിടുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടികൾ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറയൂ, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർക്കപ്പെട്ടു? അതായത് ഈ ഒരു ചൗഹാന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്, തീർച്ചയായിട്ടും ഇതേപോലെ ചോദ്യങ്ങളൊക്കെ വരും. ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതേപോലത്തെ ക്രിട്ടിക്സും. അപ്പൊ അത് ആ രീതിയിൽ തന്നെ ഗവൺമെന്റ് എടുത്ത് ഇതിന് ഉത്തരം പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അനിൽ ചൗഹാന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെന്റ് ചോദിച്ച് മേടിക്കേണ്ടതുണ്ട്. ഒരു പത്രസമ്മേളനമായിട്ട് തന്നെ പുറത്തു വിടേണ്ടതുണ്ട്. അത് വളരെ വളരെ അനിവാര്യമാണ് ഈ ഒരു മൊമെന്റിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് കിട്ടിയ ഒരു സക്സസ്, ആ ഒരു തിളക്കം അത് മങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. അത് മങ്ങിപ്പോവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. എന്തായാലും ഗവൺമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടി എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് പാകിസ്ഥാനല്ല. പാകിസ്ഥാനിലാണെങ്കിൽ ആർമി ഡെമോക്രസിക്ക് മുകളിലാണ്, പക്ഷേ ഇന്ത്യയിൽ ആർമി ഡെമോക്രസിക്ക് താഴെയാണ്. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ആർമിയുടെ ജനറൽ ആണെങ്കിലും ശരി തന്നെ ഇതിനുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രാജ്യത്തിനടുത്തും പോയിട്ട് നമുക്ക് പാകിസ്ഥാനുമായിട്ട് നിങ്ങൾ ബന്ധം വെക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് ഒത്ത രീതിയിൽ ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാനുള്ള ഫോറിൻ പോളിസിയാണ് ഇന്ത്യക്ക് വേണ്ടത്. അല്ല നമ്മൾ പോയിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ ചേരരുത്, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ ചൈനയൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമായിരിക്കും. ഇന്ത്യയുടെ ഫോറിൻ പോളിസി അനുസരിച്ച് ആ രീതിയിലുള്ള പെരുമാറ്റം ഇന്ത്യ ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പാകിസ്ഥാന്റെ ഉള്ളിൽ മാരേജ് ചെയ്യാനുള്ള പ്രായം സ്ത്രീകൾക്ക് 18 നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ട് അവർ 18 വയസ്സെന്നുള്ള ഒരു ഏജ് ലിമിറ്റ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ തീവ്ര നിലപാടുള്ള മതവാദികളായിട്ടുള്ള ആൾക്കാർ അതിനെതിരെ വന്നിട്ടുണ്ട്. അതായത് 6 വയസ്സ് 8 വയസ്സ് 9 വയസ്സായാലും കുട്ടികളെ വിവാഹം കഴിക്കാം, അങ്ങനെ പെണ്ണുങ്ങൾക്ക് 18 വയസ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ഏജ് കൊണ്ടുവരേണ്ടത് പാകിസ്ഥാനിൽ ഇപ്പം ആവശ്യമില്ല എന്നുള്ള നിലയിലാണ് അവരുടെ നിലപാട്. ഇതേ നിലപാട് അഫ്ഗാനിസ്ഥാനിലുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഈ വിഷയം നടക്കുമ്പോഴത്തേക്കും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പം പ്രത്യേകിച്ച് ഒരു 18 വയസ്സെന്നുള്ളൊരു ഏജ് ലിമിറ്റ് മാരേജിന് കൊണ്ടുവരുന്നതിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രൊട്ടസ്റ്റ്, അതായത് ഏത് ചെറിയ കുട്ടികളെയും വിവാഹം കഴിക്കാൻ ഇവർ റെഡിയാണ്. ആ ഒരു പെൺകുട്ടി കല്യാണപ്രായം എത്തി എന്നുള്ളത് ഇവർ നോക്കി തീരുമാനിക്കും അത്രേ. അതാണ് ഇവരുടെ ഒരു രീതി. കൊണ്ട് നോക്കുമ്പോഴത്തേക്കും അത് മെച്യൂർ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു 18 വയസ്സെന്നുള്ള ഒരു ഏജ് ലിമിറ്റ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ബാലിശമായിട്ടുള്ള, മറ്റുള്ള രാജ്യങ്ങളൊക്കെ 18 വയസ്സെന്ന് പറയുന്നത് ഒരു 21 വയസ്സായാൽ കൊള്ളാം എന്നുള്ള നിലയിൽ മാറി ചിന്തിക്കുമ്പം യുവമാർക്ക് 18 വയസ്സ് തന്നെ നിശ്ചയിക്കാൻ പറയുന്നത്. അതിലും താഴ്ത്തണം. എന്നാൽ പിന്നെ ഒരു 6 വയസ്സ് 7 വയസ്സ് എന്ന് ജനിക്കുമ്പോഴേ വിവാഹം കഴിക്കാമെന്നുള്ള നിലയിലുള്ള നിയമമൊക്കെയാണ് യുവമാർ പ്രതീക്ഷിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുർക്കിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡിഗോ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ സെലിബി എന്ന് പറഞ്ഞ കമ്പനിയെ ഇന്ത്യ അവരുടെ കോൺട്രാക്ട് റദ്ദ് ചെയ്ത് ഒഴിവാക്കിയല്ലോ തുർക്കിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ. തുർക്കി ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുകയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, പാകിസ്ഥാന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത സാഹചര്യത്തിൽ സെലിബി എന്ന് പറഞ്ഞ തുർക്കി കമ്പനിയെ ഇന്ത്യക്കുള്ളിലെ എയർപോർട്ടുകളിൽ നിന്ന് വിലക്കിയിരുന്നു ഇന്ത്യ. അതേപോലെ ഇൻഡിഗോ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയിൽ നിന്നും സർവീസുകളെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഇൻഡിഗോയുമായിട്ട് പ്രഷർ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിൽ നിർണായകമായിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ തുർക്കി ഇൻവോൾവ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻഡിഗോയെ കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്
സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് $311 മില്യൺ വർത്ത് വരുന്ന കരാറ് തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട്. തുർക്കിയാണ് ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിഷനറീസും കാര്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ളിൽ പല ന്യൂക്ലിയർ പ്ലാന്റുകളും, അതായത് ഒന്നിലധികം ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് തുർക്കി കമ്പനിയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് കോൺട്രാക്ട് ആദ്യം എടുത്ത് മാറ്റിയിട്ട് വേണം ഇൻഡിഗോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഗവൺമെന്റ് നിലപാടെടുക്കാൻ. തുർക്കിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് എടുക്കണം. അതാണ് വേണ്ടത്. ഈ ന്യൂക്ലിയർ പ്ലാന്റ് ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് വേറെയും രാജ്യങ്ങളുണ്ട്, വേറെയും തുർക്കിയെക്കാളും ടെക്നോളജി അഡോപ്റ്റേഷനുള്ള മറ്റുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് ആ രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാതെ പ്രൈവറ്റ് കമ്പനികളെ മാത്രം ടാർഗറ്റ് ചെയ്താൽ പോരാ, ആദ്യമേ തന്നെ ഗവൺമെന്റിന്റെ ഈ ഒരു കോൺട്രാക്ട് എടുത്ത് കളയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജർമ്മനിയിലെ മെർസ് ഫെഡറിക് എന്ന് പറഞ്ഞ ജർമ്മൻ ചാൻസലറായിട്ട് ആവാൻ പോകുന്ന നിയുക്ത ചാൻസലർ, പുള്ളി ടോറസ് മിസൈൽ ഞാൻ ഉക്രൈന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് ജർമ്മനിയിലെ ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ് അവർ പറഞ്ഞിരിക്കുന്നത്, വരാൻ പോകുന്ന ചാൻസലർ നിങ്ങൾ ഇങ്ങനെ ടോറസ് മിസൈലൊക്കെ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ ഉക്രൈന് കൊടുക്കരുത്. നമ്മൾ ഓൾറെഡി തന്നെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുമെന്ന് പറയണം, പക്ഷെ കൊടുക്കാൻ പാടില്ല. അതായത് ഇതിന് മുമ്പുള്ള ചാൻസലറിന് എന്താണോ ഉപദേശം കൊടുത്തത് അതേ സെയിം ഉപദേശം ഈ ഫിനാൻഷ്യൽ ഓഫീസിൽ നിന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മെർസിന്. അപ്പം മെർസ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പഴയ ചാൻസലേഴ്സ് ഒക്കെ എങ്ങനെയാണോ ഈ ഒരു നാടകം കളിച്ചത് അതേപോലത്തെ ഒരു നാടകം കളിക്കുന്ന ഒരു പാവയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ റഷ്യ ആണെന്നുണ്ടെങ്കിൽ സമീ റീജിയൻ മുതൽ സെപ്പറോഷ്യ വരെയുള്ള റീജിയൻ ശക്തമായ രീതിയിലുള്ള ആക്രമണം റഷ്യയുടെ സൈഡിൽ നിന്നും ഉക്രൈൻ നേരിടുന്നുണ്ട്. ആ രീതിയിൽ തികച്ചും ഡ്രോണുകൾ മിസൈലുകൾ എല്ലാം കൂടെ ഈ നോർത്ത് കൊറിയയിൽ നിന്നും മേടിച്ചു എന്നൊക്കെ സെലൻസ്കി പറഞ്ഞായിരുന്നല്ലോ. ആ മൊത്തം മിസൈലുകളെല്ലാം തന്നെ ഇപ്പം തികച്ചും ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പറന്നു വന്ന് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. സുമി റീജിയൻ മുതൽ സെപ്പറോഷ്യ വരെ പൊട്ടിത്തെറികളുടെ പൂരമാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇനി സെലൻസ്കി ഞാൻ സീസ് ഫയറിന് തയ്യാറാണ്, റെഡിയാണെന്നൊക്കെ കാല് പിടിച്ച് പറഞ്ഞാലും റഷ്യ ഇനി സീസ് ഫയറിൽ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് റഷ്യ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിലെ സെലൻസ്കിക്കാണെങ്കിലും ശരി, മിലിറ്ററിയിൽ സുപ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ശരി, നല്ല രീതിയിലുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 ബില്യൺ UK കൊടുത്തിട്ടുണ്ട്. റഷ്യയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ UK ഉണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ അവിടുത്തെ ബാങ്കിങ് സെക്ടറിലുള്ള റഷ്യക്ക് ചേരേണ്ട പൈസകളെല്ലാം തന്നെ കൂട്ടിപ്പറക്കിയെടുത്ത് UK ഉക്രൈന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സെയിം പ്രോസസ്സ് ജപ്പാൻ ഫോളോ ചെയ്തുകൊണ്ട് 3 ബില്യൺ ഉക്രൈന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഏതാണ്ട് 4 ബില്യണോട് അടുപ്പിച്ച് ജർമ്മനി ഈ സെയിം റഷ്യയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും കണക്കൊന്നുമില്ല. കാരണം ഇത് ഒന്നാമത് ഇത് റഷ്യയുടെ പൈസ. ഈ റഷ്യയുടെ പൈസ എടുത്ത് ഇവരെല്ലാം വളരെ ഉദാരമായ സംഭാവന ഉക്രൈന് നടത്തിയിട്ടുണ്ട്. ഉക്രൈൻ്റെ പല സുപ്രധാന പൊസിഷനിലിരിക്കുന്ന മിലിറ്ററി ഓഫീസേഴ്സിനും ശരി, സെലൻസ്കി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, സെലൻസ്കിക്ക് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ 2 കമ്പനികളിലെ പാർട്ട്ണറാണ് സെലൻസ്കി. അതേപോലെ യൂറോപ്പിൻ്റെ ഉള്ളിൽ ഉക്രൈനിലുള്ള പല മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും അസറ്റ് സ്വന്തമാക്കിയിട്ട് യൂറോപ്പിൻ്റെ ഉള്ളിൽ ഉക്രൈനിലുള്ള പല മിലിറ്ററി ഉദ്യോഗസ്ഥരും അസറ്റ് സ്വന്തമാക്കിയതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ കള്ളന്മാരൊക്കെ എത്ര നാൾ ഇതിങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോകും എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം ഏത് രീതിയിൽ കൊള്ളയടിക്കുന്നവനായാലും ശരി തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇത് പുറത്തു വരും. ഈ പുറത്തു വരുന്ന ദിവസമാണ് ഇവരുടെയൊക്കെ മുഖംമൂടി വലിച്ചു കീറപ്പെടാൻ പോകുന്നത്. ഇസ്രായേലിനുമായിട്ട് ബന്ധപ്പെട്ട് സീസ് ഫയർ ഒക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാർക്കോ റൂബിയോ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, മാർക്കോ റൂബിയോ അറിയാമല്ലോ, അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട ആൾക്ക് പോലും അമേരിക്ക വിസ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും ഇസ്രായേലിന്റെ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സീസ് ഫയർ ഡീലൊക്കെ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളൊരു ഡൗട്ടും കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.